സദാനന്ദ് ആദ്യബോർഡിന്റെ ഡയറക്ടർ സദാനന്ദ്. എൻ്റെ പേര് ധന്യ ദാമോദരൻ, പ്രോജക്ട് ഓഫീസർ, ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസർ, തൃശ്ശൂർ. ധന്യ ദാമോദരൻ, പ്രോജക്ട് ഓഫീസർ. മഞ്ജുഷ, വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ, തൃശ്ശൂർ ഓഫീസ്. KN മഞ്ജുഷ. ജോസഫ് ഡേവി സി, സീനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ, ഗാദിപൂർ ഓഫീസ്. ജോസഫ് ഡേവി സി. ഞാൻ സീനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ. ഞങ്ങൾ നീണ്ടൊരു പത്ര സമ്മേളനം വിളിച്ചു കൂട്ടാൻ കാരണം ഖാദി ധരിക്കൂ ചൂടിനെ പ്രതിരോധിക്കൂ എന്ന ഒരു സ്ലോഗൻ വെച്ചുകൊണ്ട് ഖാദി ബോർഡിന്റെ സംസ്ഥാന ബോർഡിന്റെ കീഴിൽ 28-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ചൊരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. അതിനുശേഷമുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലയിലും ഇതുപോലെ പ്രസ് കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഒരു പരസ്യം വരാൻ വേണ്ടി. കാരണം ഈ ചൂട് ഇങ്ങനെ കൂടിയപ്പോൾ ദുരന്ത നിവാരണ സമിതി തന്നെ ചൂടിനെ പ്രതിരോധിക്കാൻ പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത്. കാരണം ഈ പരുത്തിയിൽ നിന്ന് കൈകൊണ്ട് മുറ്റെടുത്ത് കൈകൊണ്ട് നെയ്തെടുത്ത് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുമ്പോൾ ചൂടുള്ള സമയത്ത് തണുപ്പാകാനും തണുപ്പുള്ള സമയത്ത് ചൂടാകാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമുള്ള വസ്ത്രമാണ് ഈ ഖാദി വസ്ത്രം. അതുകൊണ്ട് തന്നെയാണ് ഇത് ശ്വസിക്കണ വസ്ത്രം എന്നാണ്, ശ്വസിക്കുന്ന വസ്ത്രം എന്നാണ് ഈ ഖാദി വസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലും ഇപ്പം നമുക്ക് ഈ ചൂട് കൂടിയിരിക്കുന്ന കാലത്ത് മെയ് മാസത്തിൽ 30% റിബേറ്റ് കൊടുത്തുകൊണ്ട് അത് വിൽക്കപ്പെടാനായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗവുകൂടിയാണിത്. ഉദ്യോഗസ്ഥന്മാർക്ക് 1 ലക്ഷം രൂപ വരെ ലോൺ കടമായിട്ട് കൊടുത്തുകൊണ്ട് ഇത് വിൽപ്പന നടത്തും. അതുപോലെ തന്നെ കേരളത്തിൽ ആകമാനം 200 പരം സ്റ്റോറുകളിലായിട്ടാണ് ഇതിൻ്റെ വിൽപ്പന നടക്കുന്നത്. എല്ലാത്തരം വസ്ത്രങ്ങളും, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഡിസൈനർ വസ്ത്രങ്ങൾ എല്ലാ ഷോറൂമിലും ഉണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചത് ഡോക്ടേഴ്സിൻ്റെ കൂട്ട്, നേഴ്സിൻ്റെ കൂട്ട്, വക്കീൽമാരുടെ കൂട്ട്, ഇതെല്ലാം നമ്മുടെ സ്റ്റോറൂമിൽ ലഭിക്കും. അത് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. നമ്മുടെ ജില്ലയിൽ നന്നായിട്ട് ഇത് ഈ പ്രസ് കോൺഫറൻസിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടി സഹായത്തോടെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ ഖാദി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഉള്ള കാര്യങ്ങൾ ഒരു കൊടുക്കില്ല, ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ ജില്ലയിൽ ഉള്ള സ്റ്റാളുകളെ കുറിച്ച് പാലസ് റോട്ടിലുണ്ട്, അതുപോലെ തന്നെ വടക്കുന്നാഥൻ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ട്, ഒളരിക്കരയുണ്ട്, പാവറട്ടിയിലുണ്ട്, കേച്ചേരിയിലുണ്ട്, ചിറ്റാറ്റുകരയിലുണ്ട്. ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജില്ലയിൽ 19 നൂൽപ്പ് കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ 15 നെയ്ത്ത് കേന്ദ്രങ്ങളുണ്ട്. ആ നൂൽപ്പ് കേന്ദ്രങ്ങളിൽ പരുത്തി നൂല് നൂറ്റെടുത്തിട്ടാണ് 15 നെയ്ത്ത് കേന്ദ്രങ്ങളിലായിട്ട് നമ്മൾ തുടങ്ങിയത്. കൂടാതെ നമ്മുടെ പല സ്ഥലങ്ങളിലും ഉൽപ്പാദിപ്പിക്കുന്ന ഈ പാപ്പിയോ ഷർട്ട്, അത് കുന്നുകരയിലാണ്. അതുപോലെ തന്നെ കരുമാലൂർ സാരി, സുന്ദരിപ്പട്ട്, അനന്തപുരി സിൽക്ക്, പയ്യന്നൂർ പട്ട്, ചിതലിപ്പട്ട് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നമ്മുടെ തൊഴിലാളികൾ തന്നെ ഉൽപ്പാദിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളാണ് നമ്മുടെ കടയിൽ കിട്ടുന്നത്. അപ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാവും. ചൂട് സമയത്ത്
വിശ്വസിക്കുന്ന വസ്ത്രം എന്നറിയപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ദുരന്ത നിവാരണ സമിതി തന്നെ ഈ പരുത്തി വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിലും ഇതിൻ്റെ ഒരു ഉൽപ്പന്നം നന്നായി ഉണ്ടാകാനും അത് ഉപയോഗിപ്പിക്കാനും നമുക്ക് കഴിയണം. അതിനൊരു സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ ചോദിക്കാം. വിഷുവിന് റിബേറ്റ് 1 മുതൽ 13 വരെ ഉണ്ടായിരുന്നു. പേപ്പറിലും നമ്മൾ പരസ്യമൊക്കെ കൊടുത്തിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് റിബേറ്റ് ഇല്ലാതിരുന്നത്. അപ്പൊ മെയ് 2 മുതൽ 30 വരെ നമ്മൾ 30%. ഒരു 15 ദിവസത്തെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഇപ്പൊ കംപ്ലീറ്റ് നമ്മള് ഏപ്രിൽ 1 മുതൽ തന്നെ റിബേറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. 13-ാം തീയതി വരെ കൊടുത്തു. ഏപ്രിൽ 14 വരെ. 400-430 രൂപ മുതൽ സ്റ്റാർട്ട്. റിബേറ്റിന് മുന്നുള്ളതാണ്. അതിൽ 30% കുറയും. ഒറ്റമുണ്ട്. ഡബിൾ മുണ്ട് 980. വില സാധാ സിംഗിൾ ധോത്തിക്ക് 400-430 രൂപയേ ഉള്ളൂ. അത് നല്ല പരുത്തി നൂല് കൊണ്ട് ചെയ്യുമ്പോൾ അത് റോ മെറ്റീരിയൽസ് നമ്മൾ കോസ്റ്റ് ചാർട്ട് പ്രകാരമാണ്. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇതാണ്. തൊഴിലാളികൾക്ക് കൂലി വേതനം അത് കോസ്റ്റ് ചാർട്ട് പ്രകാരമുള്ള വേജസ് നിശ്ചയിക്കുന്നത് KVIC ആണ്. കമ്മീഷൻ, ഖാദി ആൻഡ് വില്ലേജസ് കമ്മീഷൻ ആണ് വില നിശ്ചയിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വില നിശ്ചയിക്കുന്നത് അവരുടെ തുണികളുടെ. പക്ഷെ റിബേറ്റ് കഴിയുമ്പോ അധികം വിലയില്ല. നമുക്ക് ശരീരത്തിന് നല്ല കൈകൊണ്ടാണല്ലോ, മാനുവൽ ആയിട്ടല്ലേ ഉള്ളൂ, മെഷീൻ ഉപയോഗിക്കുന്നില്ല. ഇത്രയും വില വരുന്നത് തൊഴിലാളികൾക്കും കോട്ടൺ നൂല്. അതുകൊണ്ട് കുറെ കുടുംബങ്ങൾ, കൂടുതൽ സ്ത്രീ തൊഴിലാളികളാണ് ഖാദിയിൽ ജോലി ചെയ്യുന്നത്. അവരുടെ ഒരു ഉപജീവന മാർഗമാണ് ഖാദി. പിന്നെ അവർക്ക് മിനിമം വേജസും എല്ലാം കൊടുത്തിട്ടാണ് അവര്. അവർക്ക് 30% റിബേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും 30% റിബേറ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാ ജനങ്ങൾക്കും നമ്മൾ 30% റിബേറ്റ് നൽകുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഖാദി ബോർഡിന്റെ 6 ഷോറൂമാണ് ഉള്ളത്. തൊഴിലാളികൾ 350 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഉള്ളത് ഒന്ന് പാലസ് റോഡിലും വടക്ക് ഇന്ത്യൻ കോഫി ഹൗസിന്റെ ബാക്കിലാണ് 2 വർക്ക്. പിന്നെ ഒളരി ESI അവിടെ. പിന്നെ കേച്ചേരി, പൂവത്തൂര്, കേച്ചേരി പന്നിത്തട റോഡില് വർക്ക് ചെയ്യുന്നു.